ഹലോ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള ഈദ് മുബാറക്, ഈദ് അൽ അദാ മുബാറക്. അപ്പോൾ നമ്മളിന്ന് നമ്മളെ ഈദ് ഡേ പെരുന്നാൾ ദിവസത്തെ വ്ളോഗാട്ടോ നോക്കാൻ വേണ്ടി പോകുന്ന ഡേ മൈ ലൈഫ് പറയാൻ പറ്റില്ല, വ്ളോഗാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടത് കുറച്ചൊക്കെ ചോന്നിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചോദിക്കാം. പിന്നെ എനിക്ക് കൈമേൽ വിട്ടുട്ടോ രാത്രി ആ അച്ഛനെ എടുത്തിട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ചോന്ന് വരുമായിരിക്കും. പിന്നെ ശർക്കര മൈലാഞ്ചി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചായക്ക് സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പഴം നിറക്കണം, അതുപോലെ പത്തിരി ആക്കണം, പിന്നെ കുറച്ച് ബീഫ് കറി ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ബീഫ് ബിരിയാണിക്കുള്ള പണി തുടങ്ങണം. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം തുടങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു ഈദ് മുബാറക്. നമ്മൾ പഴം നിറക്കാൻ വേണ്ടിയിട്ട് അതിന് തേങ്ങ സെറ്റാക്കി വെക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ പഴം നിറക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ പരത്തി എടുക്കലെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു റിസ്ക്കാണ് കേട്ടോ. എനിക്ക് ശരിക്കും പരത്താൻ അറിയില്ല, പക്ഷേ എനിക്ക് അറിയുന്ന പോലെ ഞാൻ പരത്തിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ റെഡിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല മുരുമുരാന്ന് പൊരിച്ച പഴം നിറച്ചത് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പാക്കും പഴം നിറച്ച ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പഴം നിറച്ചായിട്ടുണ്ട്. ഇനി പത്തിരി, അതേപോലെ ബീഫ് കറി പെട്ടെന്നാക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ പത്തിരി ആക്കി കൊടുക്കുകയാണ്. പത്തിരി കൂടി ആക്കിയിട്ട് ബീഫ് കറി കൂടി ആക്കണം. പിന്നെ നമുക്ക് ചായയൊക്കെ കുടിക്കാം. ചായൻ്റെ റെഡി കഴിഞ്ഞാൽ പോയി കുളിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുളിച്ച് നിസ്കരിക്കണം. ചായ കുടിക്കാൻ പോകുന്നു. ചായ കുടിക്കപ്പാ. എന്താ ഉപ്പൊക്കെ ചായ ഇതാ കേട്ടോ, ചൂടുള്ള ചായ ഇത്. അപ്പോൾ നമ്മളെ ബീഫ് കറി ഞാൻ എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ച് ബീഫ് എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് മാത്രം, പിന്നെ കുറേ ഒന്നും വെച്ചില്ല. കാരണം എന്താ വെച്ചാൽ വേസ്റ്റായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം കറിയാക്കട്ടെ കേട്ടോ. ബീഫ് കറി ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ബിരിയാണിക്കുള്ള ബീഫ് എന്താ പറയുക മസാലയൊക്കെ തേച്ച് വെക്കാം ഒരു 2 മണിക്കൂറിന്. അപ്പോൾ നന്നായിട്ട് പിടിക്കുമല്ലോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിയിൽ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുകൂടി ആക്കി കഴിഞ്ഞിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഗൈസ് കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെ കറണ്ടില്ല ഗൈസ്, കുറച്ച് നേരമായി പോയിട്ട്. അപ്പോൾ പത്തിരിയും ബീഫ് കറിയും. ഓയ് ഉസ്മാൻ, കമോൺ ചായ കുടിക്കാം, വരൂ. ഉപ്പാ വാ ചായ കുടിക്കാം. ഞാനിതോടെ ഇങ്ങനെ ഉറങ്ങി. ഞാൻ പെണീറ്റ അവിടെ വന്നപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ ബിരിയാണി ആക്കി. ബിരിയാണി തിന്നണ്ടേ? ബിരിയാണി തിന്നണം. ബിരിയാണി ആദ്യം ബിരിയാണി തിന്നാൻ കൈ നോക്കണം, എന്നിട്ട് വേണം പുറത്ത് വാങ്ങാൻ. ബിരിയാണിക്ക് എന്തോ ഒരു കയ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബീഫ് ബിരിയാണി അങ്ങനെ വെക്കലില്ല. ബിരിയാണിക്ക് ഒരു ചെറിയ മസാലക്ക് എവിടെ ഒരു കയ്പുള്ള പോലെ തോന്നുന്നുണ്ട്. കയ്പ് വരണമെങ്കിൽ ഇപ്പോ കയ്പൊന്നും ഇല്ലല്ലോ ഇതിൽ. പഠിച്ചവർക്ക് അറിയാം, അറിയില്ല. ചെറിയൊരു കയ്പിക്ക് തോന്നുന്നു നാരങ്ങനെ കുരുകൂടിയോ അതാവും. നോക്ക ചിലപ്പോ എനിക്ക് തോന്നുന്നായിരിക്കും. നിങ്ങൾ കഴിച്ചു നോക്ക്. പിന്നെന്താ ഉറക്കം വരുന്നുണ്ട്. ഇവിടെ എങ്ങനെ ഇരിക്കുക കാറ്റും കൊണ്ട്. ഉപ്പ ഉറങ്ങാണ് ഗൈസ്. മഞ്ഞ ഡ്രസ്സിനുണ്ടോ? അയാനെ മിസ് ചെയ്യുന്നല്ലേ. വീഡിയോ നോക്കളെ ബസ് ഓടിക്കുന്ന തിരക്കിലാണ് മൂപ്പര്. അങ്ങനെ ഗൈസ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണി തുറന്നു നോക്കാൻ പോകാം. സ്വാദിഷ്ടമായി ബിരിയാണി റെഡി. അങ്ങനെ സ്വാദിഷ്ടമായി ബിരിയാണി റെഡി ആയിരിക്കുന്നു. പക്ഷെ എന്തൊരു ചോറ് വേറിട്ടെടുക്കണ്ടോ? ചോറ് ദമ്മ് പൊട്ടിക്കുന്നല്ലേ ഉള്ളൂ. വെയിറ്റ് ദമ്മ് പൊട്ടിക്കണുള്ളൂ.
പഠിച്ചോൻകാരൻ അതെന്താ ദമ്മ് പൊട്ടിക്കണുള്ളെന്നൊക്കെ അറിയില്ല, പക്ഷെ പഠിച്ചോനെ വിളിക്കുന്നുണ്ട്. അരി നല്ല വ്യത്യാസം നടക്കോ അറിയില്ല. ബിരിയാണി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ബിരിയാണി ഞാൻ ആദ്യം വിചാരിച്ച മസാല വേറെ വെക്കാൻ, പിന്നെ വിചാരിച്ച മസാലയും ബിരിയാണി റൈസും കൂടി മിക്സ് ആക്കാൻ. അങ്ങനെ ഞാൻ മിക്സ് ആക്കി ഗൈസ്. അപ്പം നമ്മൾ തിന്നല്ലേ ഉസ്മാനെ? ഉസ്മാൻ ഇതേ കടൽ നോക്കിയിരിക്കുകയാണ് ഗൈസ്. എന്താ പറഞ്ഞേ? റിസോർട്ട് പോലെ ഉണ്ടെന്നോ? നമ്മളിവിടെ റിസോർട്ട് തുടങ്ങിയതാ. ആയിക്കോട്ടെ. അപ്പൊ സമയം വന്നിട്ട് എത്രയായി? 6 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എവിടെ പോയില്ല ഗൈസ്. ആദ്യത്തെ പെരുന്നാളിനൊന്നും ഞാനും പോക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ ഉസ്മാനെ കെട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ തുടങ്ങിയത്. പെരുന്നാളിൻ്റെ അന്ന്, മറ്റേ പെരുന്നാളിൻ്റെ അന്നൊന്നും നമ്മളെവിടെയും പോയില്ല. എന്താ പറയുക, വീട്ടിൽ നിന്ന് ഇടാൻ എടുക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. പെരുന്നാൾ ഡ്രസ്സ് വാങ്ങും, പക്ഷെ ആ ഡ്രസ്സ് ഇടലൊന്നുമില്ല, ഇടലുമില്ല, എവിടെയും പോക്കില്ല. ഇന്നാണെങ്കിൽ നമ്മൾ എവിടെയും പോയില്ല. കാരണമൊന്നുമില്ല, മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഉറക്കം തോന്നുന്നുണ്ട്, ഉറക്കം തൂങ്ങി നിൽക്കുക ഞാൻ. പക്ഷെ ഉറങ്ങിയിട്ടുമില്ല. അപ്പോൾ നമ്മളെ പെരുന്നാൾ ഇങ്ങനെയൊക്കെയാണ്. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഇനിയിപ്പോൾ എന്തായാലും കോടി, എൻ്റെ പെരുന്നാൾ കോടി എപ്പോഴിടുക? നാളെ ചിലപ്പോൾ നമ്മളിവിടെയും പോയിരിക്കില്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നു ഇനി ഞാൻ കല്യാണം ഉണ്ട്, അപ്പോൾ കല്യാണത്തിനായിരിക്കും ഇടാന്ന്. അപ്പോൾ ഇനി ചായ കുടിക്കണം. വേറെന്താ? വേറൊന്നുമില്ല. എനിക്ക് ഒപ്പ് നോക്കണ്, പക്ഷെ ഞാൻ ഉറങ്ങിയാൽ മതിയല്ലേ കുറച്ചു നേരം. നമ്മളെന്തായാലും പടം കാണിക്കുന്നത്, അവൻ കണ്ട് കുത്തുന്നു. ഉറങ്ങിയില്ല. ഞാൻ ഉറങ്ങാനാ പോയി കിടന്നത്, പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഗൈസ് ഇതാ പോണാണ്ടില്ലേ, ചായ എടുക്കണ വീഡിയോ എടുക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ അപ്പുറത്ത് പോയിട്ട് കടലിൻ്റെ വീഡിയോ എടുത്ത് പോന്നു. അപ്പം ചായ കുടിക്കണം. ചൂട് ചായ പിന്നെന്താ വരുന്നുണ്ട്, ചൂട് ചായയാണ് എണ്ണാക്ക് കൊള്ളണ്ടാണ്. എപ്പോഴും ചായ എടുക്കണല്ലേ, ഇത് ചായ കൊണ്ടുവരാൻ എടുക്കാൻ വിചാരിച്ചില്ല. ഇവിടെ പിന്നെ പഴനിറച്ചുണ്ട്, പഴനിറച്ചും ചായയും. ഞങ്ങൾ എവിടെ ഇരിക്കണ അറിയോ? താപ്പട്ടെ. ഓഹോ, കടലിതാ കാണുന്നു. ക്യാമറ വെച്ചത് കേട്ടോ. കടലിതാ അവിടെ കണ്ട. ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കാറ്റാണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇന്ന് എവിടെയും പോയില്ല, പുറത്തൊന്നും പോയില്ല. ഇനി നാളേറ്റം പോവാം. ഇന്നൊക്കെ നല്ല ബ്ലോക്കാവും, അതുകൊണ്ടാണ് പോവാത്തത്. അപ്പം അതെ, നമ്മൾ ചോറൊക്കെ തിന്നു കേട്ടോ. ചോറ് തിന്ന വീട് ഞാൻ എടുത്തില്ല. ഇന്ന് എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം ഗൈസ്, ഉറക്കം ഇങ്ങനെ വരിക. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതാ പെരുന്നാളൊക്കെ നമ്മൾ ഉഷാറായിട്ട് കഴിച്ചു കേട്ടോ. ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ എൻ്റെ മടി കാരണം ഞാൻ എങ്ങനെയൊക്കെ വ്ളോഗ് എടുത്ത് തീർത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഉസ്മാൻ കാക്കേണ്ട ഗൈസ്. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ? ശുഭദിനം. ശുഭദിനം, ശുഭദിനം, ശുഭദിനം. ആ ചെക്കൻ ചോദിക്കുന്നതെല്ലാം കൊടുക്കരുത്, കൊടുക്കുന്നതെല്ലാം ചോദിക്കരുത്, അതല്ലേ സംഭവം? അങ്ങനെ പറയുന്നേ. ഓക്കെ, അപ്പോൾ ഉഷാറല്ലേ? ഉറക്കുണ്ട് നിങ്ങൾക്ക്? എനിക്ക് ഉറക്കുണ്ട്. എ സിനുള്ളിൽ എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്. പഠിച്ചൊരു കാര്യം. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു പറയൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു. കൈമേൽ പറമ്പിലും വൈലാഞ്ചി കാണിച്ചില്ലേ ഗൈസ്? ഇതാ മുംതാസ് ഇതാ കത്തി നിൽക്കുന്നു. ഇത് വളഞ്ഞു പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മയച്ചിട്ട് ഇപ്പുറത്തേക്ക് ആക്കിയതേനു. അവിടെ ചെറുതായിട്ട് കൊളായിട്ടുണ്ട്. സോഫ നിറച്ചും സാധനമാണ് ഗൈസ്. കുറച്ച് അലക്കാനും ഉണ്ട്. ഇത് ഇന്നലെ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ ഇട്ടേക്കാണ്. അതിന് ഇപ്പോൾ റെഡിയാക്കണം നാളെ. ഇന്ന് പിന്നെ പെരുന്നാൾ തിരക്കായിപ്പോയി, അപ്പോൾ കുറച്ച് അലക്കാനും ഉണ്ട്. അത് അപ്പോൾ എല്ലാവരും പോയി കടന്നു തുടങ്ങിക്കോളി. ടാറ്റ ബൈ ബൈ സി യു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ടാറ്റ ബൈ സി യു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. ഗൈസ് പിന്നെ എൻ്റെ മൈലാഞ്ചി ഇത്രയും തോന്നിട്ടോ. നല്ല ഡ്രസ്സില്ലേ കാണി എവിടെയുണ്ട് ഗൈസ്.
അപ്പോൾ അച്ചിട്ടിട്ട് മൈലാഞ്ചിയൊക്കെ ഇടാൻ പറ്റും കേട്ടോ. നല്ല വൃത്തി ഉണ്ടായിരുന്നു അവിടെ വരെ. ഇത് ഞാൻ പിന്നെ ഇട്ട് കോളാക്കി, സാരല്ല. ഇത് അടിപൊളിയാണ്, ഇതൊക്കെ ഇഷ്ടമായി. ഇനിയിപ്പോൾ കുറച്ച് പരിപാടി വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അച്ച് വാങ്ങിയിട്ടിടാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ടാറ്റ.